കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ കണക്കുകൾ നിരത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞത്. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ചരിത്ര നിമിഷത്തിലാണ് നമ്മളെന്ന് പറഞ്ഞു തുടങ്ങിയ മുഖ്യമന്ത്രി സംസ്ഥാനങ്ങൾ നേരിടുന്ന കേന്ദ്ര അവഗണനയെ നിശിതമായി വിമർശിച്ചു. പൊതുവായ ഐക്യത്തിനെതിരെ എന്തോ സൗത്ത് ഇന്ത്യ പ്രത്യേകമായ രീതിയിൽ അണിനിരക്കുന്നു എന്ന മട്ടിലുള്ള ഒരു പ്രതികരണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. രാജ്യത്തിന്റെ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന നടപടികൾ യൂണിയൻ സർക്കാരിന്റെ ഭാഗത്താണ് ഉണ്ടാകുന്നത്. ഞങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. സംസ്ഥാനങ്ങളോട് കേന്ദ്രം പെരുമാറുന്നത് ജനാധിപത്യ വിരുദ്ധമായെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി സംസ്ഥാനങ്ങളുടെ ഓഹരി കേന്ദ്രം പരിമിതപ്പെടുത്തുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. കേന്ദ്രവിഹിതം ഉത്തർപ്രദേശിന് 100-ൽ 46-ഉം ബീഹാറിൽ 100-ൽ 70-ഉം നൽകുമ്പോൾ കേരളത്തിന് 100-ൽ 21 മാത്രമാണ് കേന്ദ്രം നൽകുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. കേരളം തനത് നികുതി വരുമാനമായി 79 രൂപ പിരിച്ചെടുക്കുമ്പോൾ കേന്ദ്രം തരുന്നത് 21 രൂപയാണ്. ഇത് മറ്റേത് സംസ്ഥാനങ്ങളുടെ കണക്ക് നോക്കണം. ഉത്തർപ്രദേശിന് 100-ൽ 46, ബീഹാറിന് 100-ൽ 70, കേരളത്തിന് 100-ൽ 21. ഇതിനെ വിവേചനമെന്നല്ലാതെ എന്താണ് പറയേണ്ടത്? എന്നാൽ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും രാജ്യത്തിന് മുന്നിൽ കേരളത്തിന്റെ നേട്ടങ്ങൾ ഓരോന്നായി മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടി. നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചികകൾ പ്രകാരം രാജ്യത്ത് ഒന്നാമത്തെ സംസ്ഥാനം. 2021 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം തുടങ്ങി അസംഖ്യം നേട്ടങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലയളവിൽ കേരളത്തിന് സ്വന്തമാക്കാനായി. BJP ഇതര സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി കേരളത്തിലെ ഗവർണർക്ക് കേരളത്തിൽ ചെലവഴിക്കുവാൻ സമയമില്ലെന്നും വിമർശിച്ചു. Kerala's governor does not have time to spend in Kerala. Mostly he is outside. ഇന്നും ഇവിടെയുണ്ട്. കേരള ഹൗസിൽ ചിലർ ചോദിച്ചു നിങ്ങളെ സമരത്തിൽ പങ്കെടുക്കാനോ കാണാനോ വന്നതാണോ? ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.